എവിടെയാണ് ഈ രാഷ്ട്രീയ ശരി എന്ന ആശയം തുടങ്ങിയത്? നമ്മളിപ്പോൾ ഒരു ആശയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആശയം എവിടെ ആരംഭിച്ചു, എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, ഏതെല്ലാം പരിണാമങ്ങളിലൂടെ വിധേയമായി നമുക്കരികിലേക്ക് എത്തി എന്നാലോചിക്കേണ്ടതുണ്ട്. കാരണം ഒരാശയവും ചരിത്രത്തിൽ സ്തംഭിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. ചരിത്രത്തിൻ്റെ പല പടവുകളിൽ പല പ്രകാരങ്ങളിൽ ജീവിച്ചാണ് അത് നമ്മിലേക്ക് എത്തുന്നത്. ആ ജീവിതത്തിൻ്റെ പലമാതിരി മുദ്രകൾ എല്ലാ ആശയങ്ങളിലും പതിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മളൊരാശയത്തെ നോക്കുമ്പോൾ നാം കൽപ്പിക്കുന്ന അർത്ഥമെന്തോ ആ അർത്ഥത്തിൽ ആശയം തുടങ്ങി അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിച്ചുകൂടാ. ഇപ്പോൾ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ, കവികൾ പറയും ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. നിർഭാഗ്യവശാൽ കവി ഉദ്ദേശിക്കുന്നിടത്ത് വാക്ക് നിൽക്കില്ല. ഒരെഴുത്തുകാരൻ താൻ ഉദ്ദേശിക്കുന്നിടത്ത് വാക്ക് നിൽക്കണമെന്ന് കരുതിയാലും വാക്ക് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നിടത്തേക്കും ധാരാളമായി സഞ്ചരിക്കും. പണ്ട് വിജയൻ മാഷ് പറയും, മനുഷ്യർ ചരിത്രം കുഴിച്ചിടുന്നത് സാധനങ്ങളായി മണ്ണിൽ മാത്രമല്ല, ആശയങ്ങളായി വാക്കിലും കുഴിച്ചിടുന്നു. അതുകൊണ്ടൊരു വാക്കിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ വാക്ക് ഇപ്പം മുമ്പോട്ട് വയ്ക്കുന്ന അർത്ഥത്തെ വാക്ക് വേറൊരു നിലയ്ക്ക് മറികടന്ന് സഞ്ചരിച്ച് പോയിട്ടുണ്ടാവും. ഈ സഞ്ചാരത്തിൻ്റെ ജീവിതവും ഈ വാക്കിലുണ്ടാവും. അതാകട്ടെ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന അർത്ഥസാധ്യതയെ അകമേ നിന്ന് അട്ടിമറിക്കുകയും ചെയ്യും. ഭാഷയുടെ അപനിർമ്മാണ ശേഷി എന്ന് ധൃത പറയുന്നത് പുറമേ നിന്ന് നാം വാക്കിലേക്ക് ആരോപിക്കുന്ന അർത്ഥമൂല്യങ്ങളല്ല, മറിച്ച് വാക്ക് ചരിത്രത്തിൽ ജീവിച്ച് സ്വയമേവ ഒരു കേവല സത്തയായി നിലനിൽക്കാൻ അനുവദിക്കാത്ത മട്ടിൽ അതിൽ സന്നിഹിതമായ വാക്കിൻ്റെ ഭൗതികതയാണ്. അത് അർത്ഥത്തിൻ്റെ പല അടരുകളെ ഇങ്ങനെ ഉൾക്കൊണ്ട് ഒരിടത്ത് അതിനെ ഉറച്ചു നിൽക്കാൻ അനുവദിക്കാത്ത മട്ടിൽ ചരിത്രപരമായ വലിയൊരു സംവാദ മണ്ഡലമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പം ഈ ഒരു സാധ്യത വാക്കുകളിൽ ഉണ്ട്, ആശയങ്ങളിലുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എവിടെ നിന്നാണ് ഈ ആശയങ്ങൾ ആരംഭിച്ചത് എന്നുകൂടി നമ്മൾ സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനതിൻ്റെ വിശദചരിത്രം പറയാൻ മുതിരുന്നില്ല. മുമ്പൊരിക്കൽ അത് വിസ്തരിച്ച് ഞാൻ എഴുതുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതിയിൽ അത് പറയാൻ പറ്റില്ല. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കി വരുന്ന പ്രകരണങ്ങളിൽ ഒന്നുമല്ല ഈ വാക്ക് രൂപപ്പെട്ടത് എന്നാണ് അതിൻ്റെ ചരിത്രം തിരഞ്ഞു പോയാൽ നമുക്ക് കാണാൻ പറ്റുക.